ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയ സമയത്ത് ഞങ്ങൾ നെസ്റ്റോ പോയിട്ടുണ്ടായിരുന്നു. പട്ടാമ്പി പുതിയൊരു ഷോറൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട്, പുതിയൊരു മാള് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ മേടിച്ചാട്ടത് എന്തോ ഒരു തരം കേക്ക്, എന്താണെന്നൊന്നും ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല, എങ്ങനെയൊന്നും അറിയില്ല. ഇത് കണ്ടപ്പോൾ കേക്കാണെന്ന് തോന്നി, അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന മിന്നുവിൻ്റെ ബർത്ത്ഡേ അല്ലേ 4-ാം തീയതി, അപ്പോൾ അന്ന് മുറിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ 4-ാം തീയതി ഒന്നും ആവാൻ സമയം കിട്ടിയില്ല. അപ്പത്തിന് ഞങ്ങൾ മുറിച്ചിട്ടു. അനിമാമി നാളെ പോവുകയാണ്. അപ്പോൾ അത് കാരണം ഒരു പോയാൽ പിന്നെ ഇത്ര ഒരു വൈബ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങളത് മുറിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ അതിന് 4 പുറമുള്ള സാധനം എങ്ങനെ എടുക്കും എന്നുള്ള ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. മുറിക്കാൻ അറിയാനിട്ടല്ല, പക്ഷേ എങ്ങനെ മുറിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് പൊട്ടാത്ത രീതിയിൽ മുറിക്കണം, അതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊന്നു വന്നിട്ട് അത് മുറിക്കുന്നുണ്ട്. കുട്ടികൾ 4 പുറത്തുണ്ട് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കുട്ടികൾ. ഞങ്ങൾ നെസ്റ്റോ പോയി പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കേട്ടോ കൊണ്ടുപോയത്. ഞങ്ങൾക്കൊക്കെ സർപ്രൈസായി നെസ്റ്റോ പോയപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു MXന്ന് സാധനമൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് തിരിച്ച് പോവുകയാണ്, വണ്ടി തിരിക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ കരുതിയത്. പക്ഷേ ഞങ്ങളൊക്കെ എല്ലാവരും സർപ്രൈസായിട്ടോ, എല്ലാവർക്കും ഒരു ഷോക്കായി. അപ്പം അങ്ങനെ എനിക്കച്ചാൽ മധുരത്തിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പം ഞാൻ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം വേണ്ട എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇത് കണ്ടപ്പോഴേക്ക് ഇതൊന്നാണ് വാങ്ങിയാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പം ഞാനിതാ ഒന്ന് വാങ്ങിട്ടോ, അങ്ങനെ വാങ്ങിയതാണത്. അപ്പോൾ മിന്നെ ചെന്ന് മുറിക്കണ്ട, എൻ്റെ ബർത്ത്ഡേ 4-ാം തീയതിയാണ്, അന്ന് മുറിച്ചാൽ മതി എന്നൊക്കെ. അപ്പോൾ ഇന്ന് മുറിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വേറെ കേക്കൊക്കെ വാങ്ങി തരണം. പക്ഷെ ഇവിടെ ഇവർക്ക് ഈ കേക്ക് മുറിക്കണ ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെയുള്ള ഇതൊന്നും ആചാരങ്ങളൊന്നും ഇവിടെ ചെയ്യലില്ല. പിന്നെ കുട്ടികൾ സ്കൂളിലുള്ള സമയത്താണെങ്കിൽ പൊന്നും സ്വത്തുമണിയൊക്കെ ഇതിന് സ്കൂൾക്ക് മിഠായി വാങ്ങി കൊണ്ടുപോകലുണ്ട്. അല്ലാതെ ഒരു പരിപാടി ഇങ്ങനെ കേക്ക് മുറിച്ച് ബലൂണ് വീർപ്പിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇപ്പം ഇവിടെ കേക്ക് മുറിക്കലും ഇതൊന്നുമില്ല. അപ്പോൾ ഉള്ള കത്തിയുണ്ട് ഞങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്ത്. ഓൾക്കൊരു കേക്ക് മുറിക്കാൻ വേണ്ട, അപ്പോൾ ഉള്ള കത്തിയാണ് കൊടുത്തു. ഓൾക്ക് കത്തി ഏതാണെന്നൊന്നും ഓൾ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓളിതാ കത്തി കൊണ്ടൊക്കെ മുറിച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിനിതാ വരുന്നു. സ്വത്ത് പറഞ്ഞു കൊടുക്കുക കേട്ടോ, എങ്ങനെയൊക്കെയാണ് മുറിക്കേണ്ടത്, എന്താ ഏതാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മിന്നും പൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നുവിനെ വെച്ചാൽ ഇങ്ങനെ എല്ലായിടത്തേക്കും എല്ലാവരുടെ വായിലും കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കണം. അങ്ങനെയൊക്കെ ഈ TV കണ്ടിട്ട് കുട്ടികൾക്ക് ഓരോ ആഗ്രഹങ്ങളാട്ടോ. അങ്ങനെ എല്ലാവരുടെ വായിലും തന്നു. ഞാൻ എല്ലാവർക്കും ഓരോ കഷ്ണങ്ങളാക്കി മുറിച്ച്. അപ്പോൾ എല്ലാവരും പറയണത് എന്താ വെച്ചാൽ ബ്രൗണുള്ള ഭാഗം ഓൽക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അതിന് തല്ലായിട്ട് പിന്നെ അതൊക്കെ ബ്രൗണുള്ള ഭാഗമൊക്കെ രണ്ടാൾ ആവശ്യപ്പെട്ടിരുന്നു. ആ 2ആൾക്കും ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത്. അപ്പോൾ അവർ ഓക്കെ ആയി. പിന്നെ അത് എല്ലാവർക്കും കൊടുത്തു. നോക്കാ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചത്? അടിപൊളിയായോ? ഇഷ്ടായോ? കൂട്ടുകാണ് ശരിക്കൂത്തുള്ള ബർത്ത്ഡേക്ക് നാളെ കഴിഞ്ഞ അതിൻ്റെ വിറ്റന്ന് കഴിഞ്ഞാൽ ശരിക്കുള്ള ബർത്ത്ഡേ വേണം. ശരിക്കുള്ള ബർത്ത്ഡേക്ക് എന്താ വേണ്ടേ? കേക്ക് വേണോ? ശരിക്കുള്ള വലിയ അപ്പൊ നമ്മൾ വാങ്ങിയത് വേണം പറഞ്ഞു. ശരിക്കുള്ള കേക്ക് തന്നെയാണ്. ആ ഒരു രസം കൂടി പുളിയാണ് പുളി കേക്കിലോ? എന്താ സുർക്ക വാർന്നിക്കണോ? അപ്പൊ പല്ല് പറിച്ചു. എവിടെ കുട്ടി പല്ല് നോക്കട്ടെ. കണ്ടോ, ഇവിടെ പല്ല് വന്നിട്ട് മിന്നുവിൻ്റെ ഉള്ളിൽ പല്ല് വന്നു. കണ്ട ചെറുതായിട്ട് കണ്ട. ഇനിയിത് ഡോക്ടറെടുത്ത് കൊണ്ടുപോയി പറിക്കണം. സൂചി വെക്കും, പറിക്കും. പിന്നെ സൂചി ഇല്ലേ?
ആ അപ്പം എന്നാൽ അനിയും വെക്കണ്ടാവില്ല. നോക്കട്ടെ. എന്ത് പല്ലോ? ഇമ്മ ഡ്രസ് ശരിക്കുള്ള ബർത്ത്ഡേക്ക് ഇക്കാൻ സർപ്രൈസ് ഇതൊക്കെ തരണം. ആൾക്ക് സർപ്രൈസോ വേണം. ഇപ്പം അപ്പം ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്ക് മുറിക്കണമെന്ന് ഇപ്പാക്ക് ഇഷ്ടമല്ലേ? പിന്നെന്തിപ്പം അത് നമ്മൾ വെറുതെ നെക്സ്റ്റോ പോയപ്പോൾ വാങ്ങിയതല്ലേ. വേണ്ട പറഞ്ഞു. ഇക്കാണ് ശരിക്കുള്ള ഇത് ശരിക്കുള്ള കേക്ക് തന്നെയാണ്. അതിൻ്റെ മുകളിൽ പിന്നെ ക്രീം വരുന്നുള്ളൂ, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇവിടുന്ന് ഉണ്ടാക്കിയാ മതി. എന്തപ്പത്ത് ഇതാക്കൂലേ? അതൊക്കെ എവിടെ പഴയത്? പഴയതോ? അതൊക്കെ എവിടെ അന്നൊക്കെ ഇതൊക്കെ എടുത്തിരുന്നത്? അതൊന്നും ഇവിടെ ഇല്ല. അതിൻ്റെ അടുത്തില്ലേ? അത് പറയ എവിടെ? എൻ്റെ അടുത്തില്ല. അത് ഇവിടെ ഇല്ലടി. അത് ആ സാധനമൊക്കെ വാങ്ങിയിട്ട് വേണേ. ആ സാധനം എവിടെ? കളഞ്ഞോ? കളയ എൻ്റെ അടുത്തില്ലാതെ. അപ്പൊ അന്ന് പിന്നെ എന്താ ഉപയോഗിച്ചിരുന്നു? അതാ ക്രീമല്ലേ ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ പിന്നെന്താ, ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. വൈറ്റ് ക്രീമോ എന്താണ് അതിൻ്റെ പേര്? എന്തോ ഒരു പേരുണ്ട്. എന്നിട്ട് എന്തിനാ നമുക്ക് കേക്ക് ഉണ്ടാക്കിയാലോ? അതിക്കും നല്ലൊന്ന് വാങ്ങല്ലേ? വാങ്ങിയാ മതി. അതെ, നമുക്ക് കേക്ക് വാങ്ങണം കേട്ടോ. ആണ് ഇപ്പൊ സർപ്രൈസ് തരാൻ പറഞ്ഞിട്ടില്ലേ? അനക്ക് എന്താ ഇപ്പൊ സർപ്രൈസ്? എപ്പൊ വാങ്ങാം? അനക്കിപ്പോ സർപ്രൈസ് തരാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു സർപ്രൈസ് ഒക്കെ ഇപ്പൊ തരാ പറഞ്ഞു. അതെ, എന്തായിരിക്കും സർപ്രൈസ്? സർപ്രൈസ് പറയാൻ പറ്റൂല. എന്നാലും എനിക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ എന്തായിരിക്കും ഇപ്പൊ വാങ്ങണെന്നുള്ളത്? സന്തോഷം ഉണ്ടോ? കേക്ക് ഇല്ലാത്ത അപ്പൊ ഇപ്പൊ തിന്നത് കേക്കല്ലേ? അപ്പൊ എന്റെ ബർത്ത്ഡേ ഇന്നല്ലല്ലോ, നാളല്ലേ? മറ്റന്നാളല്ലേ? മറ്റന്നാളാ? അതിന്റെ വിറ്റന്ന് കഴിഞ്ഞിട്ട് അതിന്റെ വിറ്റന്നേണ്. അതെ, നാളെ കഴിഞ്ഞിട്ട് അതിന്റെ വിറ്റന്നേണ്. എന്നാ പിന്നെ എന്തിനാ ഇപ്പൊ തന്നെ കാര്യമാണ്? അപ്പൊ നമ്മക്ക് അല്ലെങ്കിൽ ആയിരിക്കും നല്ലത് മേടിക്കാം. അപ്പൊ നമ്മക്ക് എന്നാ കേക്ക് വാങ്ങട്ടോ. ഇപ്പൊ തന്നെ വാങ്ങാം. എന്നാ സെറ്റ് ഇപ്പൊ വന്നിട്ട് നമുക്കൊരു കേക്ക് വാങ്ങാം. നാളെ രാത്രി വരും. മറ്റന്നാ വാങ്ങും നമ്മൾ കേക്ക്. നാളെ രാത്രി ഇപ്പൊ വരും. അപ്പൊ മറ്റന്നാ പോയിട്ട് നമ്മള് കേക്ക് വാങ്ങുന്നു. ഇപ്പൊ വരും. അപ്പൊ ഇപ്പൊ കുളിച്ചിട്ട് ചോറൊക്കെ തിന്നിട്ട് ഇങ്ങോട്ട് പോവുക. അപ്പത്തിന് ഇപ്പ വരുമ്പത്തിന് കട അടക്കൂലേ? ഇല്ല, അടക്കേ ഇല്ല. പ്ലീസ്. അല്ലതിനല്ലല്ലോ നമ്മള് വീടെടുത്ത്, ഡ്രസ്സിനല്ലേ. അപ്പൊ ശരി, നമുക്ക് കേക്ക് ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.